ഞാനൊന്ന് പരിചയപ്പെടുത്തണമല്ലോ. അപ്പൊ എൻ്റെ പേര് ജനിത. ചന്ദ്രാർത്തിയിലാണ് വീട്. അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നു. പിന്നെ ഈ നന്മയാർന്ന പ്രസ്ഥാനം എൻ്റെ കൈകളിലേക്ക് എത്തിച്ചത് എൻ്റെ കൂട്ടുകാരി കൂടിയായ അനിത മനോജ് മാഡമാണ്. അനിത മനോജ് മാഡത്തെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇതെല്ലാം ഈ ബിസിനസ്സിന് വേണ്ടി എല്ലാ സപ്പോർട്ടുകളും ചെയ്ത് തരുന്ന പഠിച്ചും പഠിപ്പിച്ചും തരുന്ന ഞങ്ങളെ ഗ്രേറ്റ് ലീഡറാണ് പ്ലാറ്റിനം മാത്യു ഫിറോസ് സാറിനെയും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഈ പൊൻപുലരി ഒരുക്കി തന്ന സ്റ്റാർ എമറാൾഡ് സജീവ് സാറിനെ ഒരുപാട് നന്ദി പറയുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇപ്പം ഹസീന മാഡം നമുക്ക് സൗന്ദര്യത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ആ സൗന്ദര്യം എല്ലാം ഇട്ട് പുറത്തു പോയി വന്ന് നമുക്ക് അതേപടി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല അല്ലേ. അപ്പൊ നമുക്ക് മുഖത്തിനൊന്ന് ക്ലീൻ ആക്കണം അല്ലേ. അപ്പൊ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ട് പുതിയ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന് യോമിനിയുടെ നമ്മുടെ ഫേസ് വാഷ്, നമ്മുടെ മുരിങ്ങയുടെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് അല്ലേ. സോപ്പ് ഉണ്ട്, ഒരുപാട് ക്രീമുകളും എല്ലാം ഉണ്ട് നമുക്ക്. അപ്പൊ അതെല്ലാം ഉണ്ടെങ്കിൽ പുതിയതായിട്ട് വന്ന ഇതാണ് ഇത് ഒരുപാട് ഉപയോഗമായിട്ട് ഷോപ്പിൽ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ പുതിയ പ്രൊഡക്റ്റ് എന്താ വന്നേക്കെന്ന് ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ ഷൈജി മാഡം പറഞ്ഞത് പുതിയത് വന്നിട്ടുണ്ട് മാഡം, ഇത് നോക്കാൻ പറഞ്ഞു. അപ്പൊ അത് കൊണ്ടുവന്ന് ഞാൻ അപ്പം തന്നെ അവിടെ തന്നെ വെച്ച് പൊട്ടിച്ച് കുറച്ചെടുത്ത് മുഖത്ത് പറ്റിയപ്പോൾ തന്നെ മുഖം കഴുകി നോക്കി. നല്ല ഒരു സോഫ്റ്റ്, എടുക്കുമ്പോൾ തന്നെ നല്ല ഒരു പ്രത്യേക മണവും നല്ലൊരു എന്താ പറയുക പ്രത്യേകതയുണ്ട് ഇതിന്. ഇത്ര നാൾ ഉപയോഗിച്ച ഫേസ് വാഷിനേലും നല്ലൊരു ഗുണം കിട്ടി എനിക്ക്. ഇപ്പൊ ആദ്യം പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ നമ്മൾ പല്ലേച്ച് മുഖം കഴുകി കഴിയുമ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് മുഖം കഴുകുന്നുണ്ട്. അതുപോലെ ജോലി കഴിഞ്ഞ് വന്നിട്ടായാലും പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ഇട്ട് കഴുകുക. അപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ബബിയ മാഡം പറഞ്ഞില്ല നല്ല മിനിസം തോന്നുന്നു. അപ്പൊ ഒരു പ്രത്യേകത ഉണ്ട് ഇത് പറ്റി കഴിയുമ്പോൾ. അതുപോലെ തന്നെ അത് പറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൈഡ്രാജെല് പറ്റും. അതും അതെ, നമുക്ക് മുഖത്ത് പരറ്റി കഴിയുമ്പോൾ നല്ലൊരു തണുപ്പും നല്ലൊരു പ്രത്യേകത ഇതിനുണ്ട്. അപ്പൊ നമ്മുടെ ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് തന്നത്, നമ്മളത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് നമുക്കൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ഇത് ഒരു പുതിയ ബിസിനസ്, പുതിയ ചിന്തകള്, പുതിയ യാത്ര എന്നിവ മുന്നോട്ട് പോകാനുള്ള മികച്ചൊരു വേദിയാണ് നമ്മൾ RCM അല്ലെ. സ്വദേശി ചിന്തകള്, ശക്തമായ ബിസിനസ്, ശോഭനമായ ഒരു ഭാവി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാം RCMൽ തന്നെ കിട്ടും. അപ്പൊ ഇതൊരു സൗന്ദര്യം നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് അല്ലെ. സൗന്ദര്യം നമുക്കൊരു നമ്മൾ തന്നെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം. എല്ലാരും പറയും ഇത് കൊണ്ടു ചെല്ലുമ്പോഴൊക്കെ എനിക്ക് പൗഡർ ഇടാനൊന്നും ഇഷ്ടമല്ല, ഞാൻ പൗഡർ ഇടില്ല. ഞാൻ പറയും പൗഡർ ഇടണ്ട, അപ്പൊ അതിന് പകരം നമുക്ക് ഇഷ്ടംപോലെ ക്രീമുകളുണ്ട്, എല്ലാവരും ഇത് ഉപയോഗിക്കും. എല്ലാവർക്കും പുറത്തു പറയാൻ ഒരു മടിയാ. അപ്പോൾ ഞാൻ ക്രീം ഉപയോഗിച്ചു അല്ലെങ്കിൽ അത് അവരെന്ത് വിചാരിക്കാവോ. അപ്പോൾ ഞാൻ അതിനെ വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ തന്നെ നമ്മളെന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കണം അല്ലെ. നമുക്ക് നോക്കുമ്പോൾ നമ്മളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ അയ്യോ എൻ്റെ മുഖത്തൊന്നിട്ട് ആകെ കറുത്ത കുത്തുകൾ, കറുത്ത പാടുകൾ, അയ്യോ ചുളിഞ്ഞിരിക്കുന്നു, നെറ്റി ചുളിഞ്ഞിരിക്കുന്നു അല്ലെ, കൈ, കാല്, ചുണ്ട് ഒക്കെ. എല്ലാവരും ഒരു 40 വയസ്സ് കഴിയണ്ട, ഇപ്പൊ 35 വയസ്സ് കഴിയുമ്പോഴത്തേനും തന്നെ എല്ലാവരെ കൈയും ഞാൻ എല്ലാവരോടും ഇത് കൊണ്ടു കൊടുക്കുമ്പോ എനിക്കിപ്പോ ഇത്ര വയസ്സായി, അന്നെ നിങ്ങൾ നോക്കിയേ, എൻ്റെ കൈ ഇരിക്കും നോക്കിയേ, എൻ്റെ കൈയും നിങ്ങളെ കൈ നോക്കിയേ. 30-35 വയസ്സായ അമ്മമാരെ, കുട്ടികളുടെ അമ്മമാര് വരുമ്പോഴായാലും അവരെ എടുത്ത് ഞാൻ ചെല്ലുമ്പോൾ പറയും. അപ്പൊ അവർക്ക് തന്നെ അതിശയം. അപ്പൊ അന്നാ ടീച്ചർ തന്നെ എന്തായോ എന്ന് പറയും. അപ്പൊ അങ്ങനെ കൊടുക്കും. നല്ല റിസൾട്ടാണ് അവർ എനിക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്രീമുകളും ലിപ്സ്റ്റിക്കും കൊണ്ട് ചെല്ലുമ്പോൾ അവർ പറയോ ഇത് അത്ര വിലയില്ല, ഞങ്ങള് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് മേടിക്കണതിന് നല്ല വിലയാ. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോ ഓരോരുത്തർ വിളിക്കും, നല്ല റിസൾട്ടാണ്, നല്ലതായിരുന്നു കേട്ടാന്നൊക്കെ പറയും. അപ്പൊ ഒരു വീട്ടിൽ ഇതുപോലെ തന്നെ അവര് നല്ല വില കൊടുത്തിട്ട് ഓരോ ക്രീമുകൾ മേടിക്കുന്ന 500-600 രൂപ കൊടുത്തൊക്കെ മേടിക്കുന്ന ഒരു വീട്ടിൽ എനിക്ക് ചെന്നിട്ട് ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി. എന്നുവെച്ചാല് ക്രീം കൊടുത്ത് നല്ല റിസൾട്ട്. ആ കുട്ടിക്ക് ചുണ്ടിന് ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും ആ കുട്ടിക്ക് ചുണ്ടിന്റെ ഇവിടെ ഇങ്ങനെ വിള്ളും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മുടെ കീസോളിന്റെ വീഡിയോ രേഖാമാഡത്തിന് വീഡിയോ വിട്ടുകൊടുത്തു. അതുപോലെ ഇത് കൊണ്ടുകൊടുത്ത് പറ്റി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്താ, ഈ ക്രീം കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മള് കൊടുക്കുന്ന കാശിന് ഒരു 50 രൂപ കൂടുതൽ എനിക്ക് തന്നു. അതൊരു സന്തോഷം. ഇത് കയ്യിൽ വെച്ചോ,
അപ്പൊ എനിക്ക് നല്ല സന്തോഷ. അപ്പൊ ആ കുട്ടി അതുപോലെ ഓരോരുത്തരോടും പറഞ്ഞ്, അതുപോലെ എനിക്ക് കീസോളിന്റെ ഉൽപ്പന്നങ്ങള് എന്തുണ്ടോ അതിനൊക്കെ എനിക്ക് നല്ല ഒരു ഇത് കിട്ടാറുണ്ട്. എല്ലാവരും കൂടുതൽ കൂടുതൽ മേടിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ നമ്മുടെ യോമിനി മുരിങ്ങ ക്രീമി ഫേസ് വാഷിലേക്ക് കിടക്കാം. ഇതില് പ്രധാനമായി അടങ്ങിയുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചില്ലെങ്കിൽ അഴുക്കും എണ്ണമയവും അല്ലേ. അഴുക്ക് നല്ലോണം പോകും. പിന്നെ എണ്ണമയം ഉണ്ട്, മിക്കവരും മുഖത്തും എണ്ണമയം ഉണ്ടാവും. എണ്ണമയം പോയി കിട്ടും. പിന്നെ അനാവശ്യമായ കണികകൾ എന്നിവ ശാന്തമായി ഒരു ശാന്തത ഒരു നീക്കം ചെയ്ത് കിട്ടും. അത് നമുക്കത് പറ്റി കഴിയുമ്പോൾ, യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ. എന്തെന്ന് പറയുക, മറ്റുള്ളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഡ്രൈ ആയിട്ട് മുഖത്തൊരു സുഖം തോന്നില്ല. അപ്പൊ നമുക്ക് എണ്ണ പറ്റാൻ തോന്നുന്നില്ല, വെളിച്ചെണ്ണ വേറെ എന്തെങ്കിലും ക്രീം പറ്റാം. പക്ഷെ ഇതൊന്നും നമുക്ക് പറ്റിയെന്ന് തോന്നുന്നില്ല. അത്രയും നല്ല ഒരു ശാന്തമായ ഒരു മുഖത്ത് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു കൂളിങ്. അതുപോലെ നിർജീവമായ ചർമ്മത്തിന് ഉന്മേഷം കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ തിളക്കം ഉള്ളതായി ആരോഗ്യമുള്ളതായ ഒരു ചർമ്മത്തെ പിന്തുണയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. പിന്നെ മൃദുവായ ഒരു പതയോടുകൂടിയാണ് ഈ ജെല്ല്. അതുപോലെ നല്ലൊരു ക്ലെൻസറാണ്. ചർമ്മം വരണ്ടു പോകില്ല, സുഖകരമായി നിൽക്കുന്നു. ഉന്മേഷദായകമായ തണുപ്പ് നൽകുന്നു. ഞാൻ പറഞ്ഞില്ലേ, നല്ല തണുപ്പ്, നല്ല കൂളിങ്, നല്ലൊരു പ്രത്യേകത. അതുപോലെ പ്രധാനമായ ചേരുവകൾ ഇതിലുള്ളത് മുരിങ്ങയുടെ സത്താണ് ഇതിലുള്ളത്. മുരിങ്ങയുടെ ഇല തന്നെ വെറുതെ ഇടിച്ച് നീര് പിഴിഞ്ഞ് നമ്മളൊരു ഐസ് ക്യൂബ് എടുത്തിട്ട് മുഖത്ത് പറ്റുമ്പോൾ തന്നെ നമുക്കൊരു ഉണർവ് കിട്ടാറുണ്ട്. ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ അംഗനവാടിയിൽ അപ്പുറത്ത് നല്ലോണം മുരിങ്ങയുണ്ട്. അപ്പം മുരിങ്ങയുടെ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ ഞാനങ്ങനെ ചെയ്ത് നോക്കി. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അത് അന്വേഷിച്ച് തേടി പോവാൻ നിൽക്കണ്ട. അപ്പൊ അതിന്റെ സത്തുകളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയുടെ സത്തുണ്ട്, ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. പിന്നെ എന്നിട്ടാ ഇത് ചർമ്മ സംരക്ഷണത്തിന് സഹായിക്കുന്നു. വാഴയുടെ സത്ത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർമ്മത്തിന് ശാന്തത നൽകുന്നു, ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. പിന്നെ വെള്ളരിയുടെ സത്ത്, വെള്ളരി എല്ലാവർക്കും അറിയാലോ. അത് എല്ലാവരും മുറിച്ച് കണ്ണിൽ വെക്കും, അല്ലെങ്കിൽ മുഖത്ത് നല്ല ചൂടൊക്കെ വരുന്ന നേരത്ത് നമ്മൾ അത് മുഖത്ത് ഇട്ട് നോക്കാറുണ്ട്. വെള്ളരിയൊക്കെ കിട്ടുമ്പോൾ വെള്ളരി വാങ്ങിച്ച് ചെയ്യാറുണ്ട്. ഉള്ളിലേക്ക് കഴിക്കുമ്പോഴും നല്ലൊരു തണുപ്പം തന്നെയാണ്. അപ്പൊ വെള്ളരിയുടെ സത്ത് ഇതിലുണ്ട്. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞ, മുരിങ്ങയുടെ സത്തുണ്ട്, ആന്റി ഓക്സിഡന്റ് ഉണ്ടാണ് ഈ മുരിങ്ങയുടെ സത്ത്. അതുപോലെ കറ്റാർ വാഴയുടെ സത്തുണ്ട്, വെള്ളരിയുടെ സത്തുണ്ട്. പിന്നെ നിയാസിനമൈഡ് അതുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്താനും അമിതമായ എണ്ണമയം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. പിന്നെ പത്തനോള്, പിന്നെ വിറ്റാമിൻ B5 ഈർപ്പം, പിന്നെ മൃദുത്വം നിർത്താൻ സഹായിക്കുന്നത്. അപ്പൊ മെത്തനോൾ ഉണ്ട്. ഈ മുഖം കഴുകുമ്പോൾ തന്നെ ഉന്മേഷദായകവും തണുപ്പുമുള്ളത് അനുഭവപ്പെടുന്നുണ്ട് ഇതില്. അപ്പൊ ഒരുപാട് ഗുണങ്ങളാണ് ഇതിൽ ഉള്ളത്. അപ്പൊ നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കണം നമ്മളെല്ലാവരും അല്ലേ. ശരീരത്തിന്റെ ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ തൊലി, നമ്മുടെ സ്കിന്ന്. ആ സ്കിന്നിനെ നമ്മൾ സംരക്ഷിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളും ഇവിടുന്ന് ഓരോ സുഷിരത്തിലൂടെ അഴുക്കുകൾ പോയും പൊടിപടലങ്ങൾ. ഇപ്പൊ അന്തരീക്ഷത്തിൽ ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടല്ലേ, നമ്മളതറിയില്ല. നമ്മൾ വന്ന് കൈകാലം കഴുകി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോപ്പിട്ട് കഴുകി നമ്മൾ ഉഷാറാവും. പക്ഷെ അത് നമ്മൾക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടെന്നുള്ളത് ഈ കീസോൾ എന്നുള്ളൊരു ക്ലാസ്സിലൂടെയാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ഇത്രയും ഗുണങ്ങളുള്ള ഒരു ക്രീമുകളും ഫേസ് വാഷുകളും അല്ലാതെ അറിഞ്ഞ ഈ കീസോളിലൂടെ RCM എന്നൊരു നന്മയാർന്ന പ്രസ്ഥാനത്തിലെത്തി ഇതിനെ അറിയാൻ സാധിച്ചത്. അപ്പൊ നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു മുതൽക്കൂട്ട്, നമുക്കൊരു വരുമാനം കിട്ടാനും എല്ലാത്തിനും ഇതിൽ നിന്ന് നമുക്ക് സാധിക്കാം. അപ്പൊ ഇതിന്റെ MRP വരുന്നത് 199 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് മേടിക്കുന്ന ക്രീമിനും ഫേസ് വാഷിനൊക്കെ ഒരുപാട് വില കൊടുക്കണം. ഇത് 199 രൂപ. നമുക്ക് DP നമുക്ക് 99 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇത് എത്ര എണ്ണം തന്നെ ഒരു ദിവസം വിൽക്കാൻ സാധിക്കും. അതിന് PV വരുന്ന 59. അപ്പൊ അതിന് കാണുമ്പോ നമുക്ക് ഇത്രയ്ക്കല്ലേ ഉള്ളൂന്ന്. അപ്പൊ ഒരുപാട് ഗുണങ്ങൾ ഇതിൽ എടുക്കുന്നുണ്ട്. നമ്മൾ അതിനെ കീറി മുറിച്ച് നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ഫേസ് വാഷിലും നമ്മൾക്ക് ഇത്ര ഗുണങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കണില്ല. അത് അവര് പരസ്യം കാണിച്ച് അതിനെ ഒന്നും കൂടി കൊഴുപ്പ് കൂട്ടി അവർക്ക്
പൈസ കിട്ടാൻ വേണ്ടി അവർ നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ളവർ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. ആർക്കും ഒരു കുത്തുകളാ കറുത്ത പാടുകളാ ഇതിനെ സംബന്ധിച്ചുണ്ടാവും. ഉള്ള കറുത്ത പാടുകളും പോയി നല്ലൊരു മിനുസമുള്ള നല്ലൊരു സൗന്ദര്യത്തെ സംരക്ഷിക്കാനായിട്ട് നമ്മളെ കീസോളി ഈ ഉൽപ്പന്നത്തിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗുണങ്ങൾ അതാണ്. അടുത്തത് നമുക്ക് ഹൈഡ്രാജെൽ ഉണ്ട് അല്ലേ. ഹൈഡ്രാജെൽ ഇപ്പൊ പുതിയതായിട്ട്, ഇത് രണ്ടും പുതിയതായിട്ട് വന്നത് തന്നെയാ. അപ്പൊ അതിനൊരു പ്രത്യേകത, നമുക്ക് എടുക്കുമ്പോ തന്നെ ഒരു അല്ലേ, ചിപ്പിന്റെ ഒരു പ്രത്യേകത നോക്കിയേ. അത് എടുത്ത് തുറന്ന് കഴിയുമ്പോ തന്നെ അത് എത്ര നല്ല ഇതോട് കൂടിയിട്ടാണ് അല്ലേ. നമ്മൾക്ക് മറ്റുള്ളതൊക്കെ ഒരു സിൽക്ക് പോലത്തെ ഒരു പേപ്പർ വെച്ചിട്ടാണ് അത് അടച്ചു വരുന്നത്. ഇത് തുറക്കുമ്പോ തന്നെ അതിന്റെ മണവും എന്നുവെച്ചാൽ നമ്മളെ മടിപ്പിക്കുന്ന മണമല്ല. എന്നുവെച്ചാൽ കണ്ണിലേക്ക് പെട്ടെന്ന് വരുമ്പോഴൊരു ചില ജെല്ലുകളൊക്കെ പറ്റുമ്പോ ഒരു പൊള്ളല് അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ മകൻ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ കൊണ്ടുവന്ന ജെല്ലുകൾ ഞാൻ അപ്പൊ തന്നെ പറയും, മോനെ ഇതിനെന്താ ഒരു പൊള്ളല് പോലെ ഉണ്ടല്ലോ, അതില്ലേ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും അമ്മ എന്ന് പറയും. പക്ഷെ ഇപ്രാവശ്യം മുഖം കൊണ്ടുവന്ന ഒരു ജെല്ല് പറ്റിയിട്ട് കൈയൊക്കെ അങ്ങനെ ഡ്രൈ ആവില്ല. അവൻ തന്നെ പറഞ്ഞു, അമ്മ പറഞ്ഞത് ശരിയാ, ഇത് പറ്റണ്ടാട്ടാ. അപ്പൊ ഇതവന് കൊടുത്തു. അവൻ ബസ്സിൽ പോണ്. അപ്പൊ അവൻ പറയും നല്ലൊരു ഇതുണ്ട് അമ്മ, ഇത് പറ്റിയിട്ട് മുഖത്തിനായാലും കൈക്കും ശരീരത്തിനൊന്നും ഒരു ഡ്രൈനെസ് ഇല്ല, നല്ല പ്രൊഡക്റ്റ് ആയിട്ട് അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് നല്ല, ഞാൻ ആദ്യം തന്നെ മക്കൾക്കും ഞാനും ഉപയോഗിച്ചിട്ടേ ആർക്കും കൊടുക്കുള്ളൂ. അപ്പൊ അത്ര നല്ലതാണ് അത്. അപ്പൊ അതിലെന്ന് പറയുന്നത് ഹൈഡ്രാജെൽ പുതിയതായി വന്നത് അതിന് മുഖത്തിന്റെ പ്രായം കുറയ്ക്കാൻ അല്ലേ. അത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ. നമുക്കൊരു പ്രായം കുറച്ച് കാണാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും അയ്യോ വയസ്സായ പോലെ ആയല്ലോ. അപ്പൊ അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇതല്ലേ, അപ്പൊ സുന്ദരിയാണല്ലോ. അതിനോട് ഒരുപാട് പേര് പറഞ്ഞു ഇത്രയായിട്ട് നീ എന്നും ഒരേപോലെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാൻ പറയപ്പോ, ഞാൻ ഇത്ര നല്ല പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഉള്ളിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ മുഖത്തും ശരീരത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സൗന്ദര്യം നിലനിർത്താൻ എനിക്ക് പറ്റുന്നു. അപ്പൊ ആദ്യം എല്ലാവരും പറയുമോ പറ്റില്ല. പക്ഷെ പതുക്കെ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി. എല്ലാവർക്കും ഇപ്പൊ നല്ലൊരു ഗുണം കിട്ടി തുടങ്ങി. ചർമ്മത്തിന് സംരക്ഷിക്കുന്നതല്ല, മുഖത്ത് പ്രായം കുറയ്ക്കാൻ, മുഖത്തിന് നല്ലൊരു ഗ്ലൈസിങ് ആയി നിർത്താൻ ചർമ്മ സംരക്ഷണത്തിന് വിശ്വസിക്കാവുന്ന ഒരു ബ്രാൻഡാണ് അത്. ഇത് വെച്ചാല് ക്ലിനിക്കലി പ്രൂവനാണ്. മുഖത്ത് കുഴികൾ ഉണ്ടാവും, മിക്കവർക്കും ഉണ്ട് മുഖത്ത് കുഴികൾ. അപ്പൊ ആ കുഴികളെ നല്ലൊരു സംരക്ഷണം ചെയ്യാനായിട്ട് നമ്മളെ ഹൈഡ്രാജെല്ലിന് സാധിക്കുന്നുണ്ട്. പാടുകൾ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. മുഖത്ത് അതുപോലെ ഈർപ്പം നിലനിർത്തുന്നു. ഡ്രൈ ആയ സ്കിന്നുകൾ മിക്കവർക്കും ഉള്ളത്. അപ്പൊ അത് ഡ്രൈ ആവുന്നത് പ്രോട്ടീന്റെ കുറവ് കൊണ്ടുകൊണ്ട് നമുക്ക് വരുന്നത് അതും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ എന്താ പ്രോട്ടീന്റെ കുറവെന്ന് ചോദിക്കുമ്പോ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയും ചെയ്യാം, ഇതും പറയാം. അപ്പൊ ഇതും കൂടി ചെല്ലുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി കിട്ടുമല്ല. അപ്പൊ മുഖത്തിന്റെ കുഴികള് പാടുകള് ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. മുഖത്ത് ഈർപ്പം നിലനിർത്താൻ സാധിക്കും. ഡ്രൈ ഉള്ളവർക്ക് നല്ല സ്കിന്നായി വളരെ നല്ല രീതിയിൽ നിൽക്കാൻ സാധിക്കും. ചർമ്മത്തിന് തിളക്കം, ആരോഗ്യം നൽകുന്നു. ദീർഘകാലം സോഫ്റ്റും ഗ്ലോയും ഇത്രയും ഗുണങ്ങളുണ്ട് ഇതില്. അതുപോലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദീർഘകാലം കേടുകൂടാതെ ഇത് ഇരിക്കും. നമ്മള് പുറത്തുനിന്നുള്ള ജെല്ലുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഉരുണ്ടുകൂടും ചെപ്പിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ അത് ഒരു വെള്ളം പോലെ ഒലിച്ചു പോവും, അങ്ങനെയൊക്കെയാ. അപ്പൊ ഇതിന് അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല, തുറന്നിരുന്നാലും ഒരു കുഴപ്പമില്ല. അത്രേ നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. അപ്പൊ കെമിക്കലൊന്നും ഇല്ല ഇതില്. അതുപോലെ ചേരുവകൾ എന്ന് പറയുന്നത് കറ്റാർവാഴ, ഗ്രീൻ ടീ, മുത്തള്. കറ്റാർവാഴ എല്ലാവർക്കും അറിയാം, ഗ്രീൻ ടീ എല്ലാവരും ഗ്രീൻ ടീ. അപ്പൊ അതൊക്കെ ഇതിൽ അടക്കിയിട്ടുണ്ട്. അതുപോലെ മുത്തളിന്റെ ഇല, അതൊക്കെ 4 5 ഒക്കെ നമ്മള് വെറുതെ കടിച്ചു തിന്നാറുണ്ട്. അതുപോലെ തന്നെ ചാറാക്കിയിട്ട് മുഖത്ത് പറ്റാറുണ്ട്. അപ്പൊ ഈ കറ്റാർവാഴ, ഗ്രീൻ ടീ, മുത്തള്, ഹാലൂമിനിയ ആസിഡ് എല്ലാം ചേർന്നിട്ടാണ് നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇത്രയും ഗുണങ്ങളുള്ള ഈ 2 പ്രൊഡക്റ്റ് മതി നമുക്ക് നമ്മളെ സൗന്ദര്യത്തെ നിലനിർത്താൻ തന്നെ അല്ലേ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തു പോകുമ്പോൾ ഹസീന മേഡം പറഞ്ഞത് നമ്മളെ ക്രീമുകൾ അല്ലേ, അത് തന്നെ പറ്റി പോകുമ്പോൾ നമുക്ക് ഒരുപാട് സുന്ദരികളായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ MRP വരുന്നത്
239 രൂപയുള്ളൂ. അതിന് DP വരുന്നത് 139, PV നമുക്ക് 83 രൂപയുണ്ട്. അപ്പൊ ഇത് തന്നെ പോരെ നമുക്ക് ഇതിനെ കുറിച്ച് പഠിച്ച് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് നമ്മളെ PV വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു കീസോളിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ. ഇതുപോലെ തന്നെ ഞാനിപ്പം പിങ്ക് കോട്ടിട്ട് നമ്മളെ രാജഗിരി ഓഡിറ്റോറിയത്തിൽ ഇതുപോലെ ഫസ്റ്റ് സമയത്ത് ഞാൻ പോയപ്പോ പിങ്ക് കോട്ടിട്ട് ഒരു ഭാഗത്ത് നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അന്ന് ഞാൻ മനസ്സിലോർത്ത് ഈ പിങ്ക് കോട്ട് എനിക്ക് കഴിക്കലാക്കണം. അപ്പൊ ഇതുപോലെ ഒരു നേഹ മാഡത്തിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ക്ലാസ്സിലേക്ക് വിടാൻ്റെ ക്ലാസ്സിൽ കയറി. അപ്പൊ ആ പിങ്ക് കോട്ട് കിട്ടാനുള്ള PV ഒക്കെ ഞാൻ ജനറേറ്റ് ചെയ്ത് എനിക്ക് പിങ്ക് കോട്ട് കിട്ടി. ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇതിലൂടെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങള് തരും RCM. അപ്പൊ അതാണ് പ്രത്യേകത. വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ നമുക്ക് നല്ല സന്തോഷമായി ജീവിക്കാനും സുന്ദരിയായി നടക്കാനും ധൈര്യത്തോടെ. ആദ്യമൊക്കെ എനിക്ക് മേക്കപ്പ് ചെയ്ത് നടക്കുന്നല്ലാണ്ട് ലിപ്സ്റ്റിക്കൊന്നും ഞാൻ അധികം ഇട്ട് നടന്നില്ല. ഇപ്പൊ എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഈ RCM എന്നൊരു ഇതിൽ വന്നോട് കൂടിയിട്ട്. നല്ല ധൈര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ നമ്മൾക്കത് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലും അത് കുഴപ്പമില്ല. അപ്പൊ നല്ലൊരു സന്തോഷം ഇതിലൂടെ എനിക്ക് കിട്ടി. ഇത്രയും നല്ലൊരു ക്ലാസ് എടുക്കാൻ എനിക്ക് സാധിച്ചതിൽ എൻ്റെ ഭവ്യ മാഡം ഒരുപാട് നന്ദി. എല്ലാ ലീഡേഴ്സിനും ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ.